നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പളയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശി അഫ്സലാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർകോട്ടേക്ക് കാറിൽ കടത്തുകയായിരുന്ന 73 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി. യുവാവ് അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർകോട്ട് തുടക്കം. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കലോത്സവത്തിന് ശ്രീവിഷ്ണു വിദ്യാലയം പരവനടുക്കത്ത് തിരിതെളിഞ്ഞു. 600ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും. കേരള പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് സമ്മേളനം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പളയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശി അഫ്സലിനെയാണ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. യുവാവിൽ നിന്നും 48 ഗ്രാം ഹാഷിഷ് ഓയിലാണ് കണ്ടെടുത്തത്. 48 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശി അഫ്സലിനെയാണ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ ഉപ്പള സോങ്കാൽ ജുമാ മസ്ജിദിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട അഫ്സലിനെ കസ്റ്റഡിയിലെടുത്ത് ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. അഫ്സലിനെതിരെ മറ്റ് കേസുകളുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കഞ്ചാവിനും MDMAയ്ക്കും പിന്നാലെ ഇപ്പോൾ ഹാഷിഷ് ഓയിലും പിടികൂടുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗവും ലഹരി കടത്തും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ടൗണുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്തുകയും വാഹന പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ കോളേജ് പരിസരങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അബ്ദുൽ ഹിമാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് സ്വീകരണം നൽകിയത് പോലീസ് മൗനാനുവാദത്തോടെയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. CBI ചില കാര്യങ്ങളിൽ ആവശ്യമായ അന്വേഷണം നടത്തിയില്ലെന്നും കേസിൽ തുടരന്വേഷണം വേണമെന്നും ഉണ്ണിത്താൻ. P. ജയരാജൻ പ്രതികളെ സന്ദർശിച്ചതിനർത്ഥം നേതാക്കൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്നാണ്. ജില്ലയിലെ ചില CPM നേതാക്കൾ ക്രിമിനലുകളെ വളർത്തുന്നുവെന്നും ഉണ്ണിത്താൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കുറ്റവിമുക്തരാക്കി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ ഒരു കേസിൽ കുടുക്കി, ഹൈക്കോടതി വന്നു, ഞങ്ങളെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയെന്ന് വ്യാപകമായി പ്രകടനം നടത്തി. എന്നിട്ട് ഇവരെ ജയിലിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. വഴിനീള സ്വീകരണം. അപ്പോൾ സ്വീകരണമൊക്കെ കാണുമ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ നിന്ന് മോചിതരായി വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന ഒരു പരിവേഷത്തോടു കൂടിയാണ് കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളെ, അതും കോടതി ഈ കൊലയ്ക്ക് ഇരയായ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് 10,000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞത് കെട്ടിവെച്ചിട്ട് പുറത്തു വന്നിട്ട് കുറ്റവിമുക്തരായി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞങ്ങളെ കുടുക്കിയതാണ്, ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല, CBI ഞങ്ങളോട് വിരോധം തീർത്താന്ന് പറയുന്നു. ഇവരെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല. തെറ്റായ പ്രചരണമൊന്നും നടത്തണ്ട. താൽക്കാലികമായ ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ് കുറ്റവിമുക്തമാക്കുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ 5 വർഷത്തെ ശിക്ഷ അനുഭവിക്കണം. അതിൽ താൽക്കാലിക ഇതൊരു നിയമ നടപടിയാണെന്ന് നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. P. ജയരാജൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം പൈതൃകമെല്ലാം ഞങ്ങൾ വിടുന്നു. അദ്ദേഹം കേരളത്തിലെ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാണ്. കണ്ണൂർ ജയിലിൻ്റെ ഒരു ഉപദേശക സമിതി അംഗം കൊലക്കേസിലെ പ്രതികളെ ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവരെ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരെ കാണാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ആ മെസ്സേജിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊലപാതകം ആസൂത്രിതമാണ്, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, പാർട്ടിയുടെ അറിവും സമ്മതത്തോടും ഉണ്ട്, ഉന്നതന്മാർക്കിതിൽ ബന്ധമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിടുതൽ ചെയ്യപ്പെട്ട 10 പേരെ കൂടി പ്രതിയാക്കാൻ നമ്മളൊരു തുടരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ 10 പേർക്കും ഇതുമായി ബന്ധമുണ്ട്. മാത്രമല്ല P. ജയരാജൻ മറ നീക്കി പുറത്തു വന്നതോടുകൂടി
പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കും ഈ കൊലപാതകവുമായി ബന്ധമുണ്ട്. അത് ജയരാജനെ അടക്കം സംശയിക്കണം. കാരണം ഈ കണ്ണൂർ ഉത്തര മലബാറിൽ നടന്ന സകല കൊലപാതകത്തിന് പിന്നിൽ അദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ അരിയൽ ഷുക്കൂറിൻ്റെ കേസിലെ പ്രതിയല്ലേ, ഒരു MLA, ഒരു ex-MLA അടക്കം. മാത്രമല്ല ജയകിഷൻ വധക്കേസിലെ മനോജ് വധക്കേസ്. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന പയ്യന്നൂരിൽ നിന്നാണെന്ന് നേരത്തെ വിവരം കിട്ടി. അതെല്ലാം CBI ധരിപ്പിച്ചിട്ടുണ്ട്. CBI ചില കാര്യങ്ങളിലേക്ക് വേണ്ടത്ര അന്വേഷണം നടത്തിയിട്ടില്ല. അതാണ് CK ശ്രീധരൻ്റെ നോട്ടിൽ പറയുന്ന കാര്യം അടക്കം. അതുകൊണ്ട് തുടരന്വേഷണം ആവശ്യമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യോടൊപ്പം DCC പ്രസിഡന്റ് PK ഫൈസലും ഗോവിന്ദൻ നായരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാസർഗോഡ് നഗരസഭ ടൗൺ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാസർഗോഡ് നഗരസഭ ടൗൺ ഹാളിൽ നടക്കും. 14 ജില്ലകളിൽ നിന്നുള്ള 1200 പ്രതിനിധികളും അവരുടെ സഹായികളും പങ്കെടുക്കുന്ന സമ്മേളനം ശനിയാഴ്ച രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ പൊതുയോഗം തുടരും. ഉച്ചയ്ക്ക് 12-ന് സമാപന സമ്മേളനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. M. രാജഗോപാലൻ MLA മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാഴ്ചയില്ലാത്തവരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് കഴിഞ്ഞ 57 വർഷങ്ങളായി സമ്മേളനങ്ങൾ നടത്തുന്നു. അതിൽ 55-ാമത്തെ സംസ്ഥാന സമ്മേളനമാണ് ജനുവരി 11, 12 തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകൾ, അതുപോലെ സ്ഥലം MLA NA നെല്ലിക്കുന്നവർകൾ, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അവർകൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അവർകൾ തുടങ്ങിയ വ്യക്തികളും, അതുപോലെ മഞ്ചേശ്വരം MLA അഷ്റഫ് അവർകൾ, അതുപോലെ ഉദുമ MLA കുഞ്ഞമ്പു അവർകൾ തുടങ്ങിയ MLA-മാരും എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം, സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ C. ഹബീബ്, ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, KC രാധാകൃഷ്ണൻ, സതീശൻ ബേവിഞ്ച എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ടേക്ക് കടത്തുകയായിരുന്ന 73 ലക്ഷം വില മതിക്കുന്ന മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് ഉണ്ണിക്കുളം ഒറാൻകുന്ന് സ്വദേശി PK ഷമീറിനെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഓടിച്ചിരുന്ന കാറിൽ നിന്നും 73 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവും ഫോണും പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് മുൽക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാപ്പനാട് ദേശീയപാതയിൽ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം കാർ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് 73 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടുകയും കോഴിക്കോട് ഉണ്ണിക്കുളം ഒറാൻകുന്ന് സ്വദേശി PK ഷമീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഗോവയിൽ നിന്നും കാസർഗോട്ടേക്കും മംഗളൂരുവിലേക്കും മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ PK ഷമീർ എന്ന് പോലീസ് പറഞ്ഞു. മംഗളൂരു പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ സിദ്ധാർത്ഥ് ഗോയൽ, K. രവിശങ്കർ, CCB ASP മനോജ് കുമാർ എന്നിവരാണ് മയക്കുമരുന്ന് വേട്ടാ സംഘത്തിലുണ്ടായിരുന്നത്. സംഭവത്തിൽ മുൽക്കി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം. NA നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിനും വിദ്യാഭ്യാസ സെമിനാറിനും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടക്കമായി. NA നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മതമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഭാഷയുണ്ട്. രാഷ്ട്രീയ ഭ്രാന്ത് നല്ലത് തന്നെയാണ്, പക്ഷേ ഭാഷാഭ്രാന്തും മതഭ്രാന്തും
നമുക്കൊരിക്കലും നല്ലതല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഭാഷയെ സ്നേഹിക്കണം. നമ്മളെ ഭാഷയെ സ്നേഹിക്കുമ്പോൾ തന്നെ മറ്റുള്ള ഭാഷകളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് കാസർഗോട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഞാൻ പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർണാടക അതിർത്തി പ്രദേശ വികസന സമിതി ചെയർമാൻ സോമണ്ണ ഭീവനമര, CH കുഞ്ഞമ്പു MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ശ്രീനിവാസ റാവു PB അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഷെട്ടി സ്വാഗതം പറഞ്ഞു. പ്രശസ്ത കോളമിസ്റ്റ് മഹാബലേശ്വർ റാവു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മധുസൂദനൻ, കന്നഡ സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് നാരായണൻ TK, ജയദേവ ഖണ്ഡികെ, വരപ്രസാദ് K, ബിജുരാജ്, റോസി ജോസഫ് എന്നിവർ സംബന്ധിച്ചു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ സമരപ്രഖ്യാപന കൺവെൻഷൻ വിദ്യാനഗറിലെ DCC കോൺഫറൻസ് ഹാളിൽ നടന്നു. സെറ്റോ സംസ്ഥാന കമ്മിറ്റി ജനറൽ കൺവീനർ K അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. സെറ്റോയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 22 നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി വിദ്യാനഗറിലെ DCC കോൺഫറൻസ് ഹാളിൽ ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ കൺവീനർ K അബ്ദുൽ മജീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കുന്നതിലൂടെ കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും ഇടതുപക്ഷ സർക്കാർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നും ആനുകൂല്യ സംരക്ഷണത്തിനായി എല്ലാ വിഭാഗം ജീവനക്കാരും അധ്യാപകരും യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാകണമെന്നും K അബ്ദുൽ മജീദ് ആവശ്യപ്പെട്ടു. ജീവനക്കാരോടും അധ്യാപകരോടും പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഈ പഹയന്മാരെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നുള്ള പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, തുറന്നു പറയാം. ഇവരത് വല്ലതും തരും നിങ്ങളാണ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പക്ഷെ 1.5 വർഷം കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് മാറി വരാനുണ്ട്. ഒരു സംശയം ആർക്കും വേണ്ട. മൂന്നാമതൊരു പിണറായിയെ ഒന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഇന്ന് കേരളത്തിലില്ല. കേരളത്തിലെ ചെറുപ്പക്കാരായ ചെറിയ കുട്ടികൾ പോലും പറയുന്നു പിണറായിയുടെ ഗവൺമെന്റ് എല്ലാ രംഗങ്ങളിലും പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ആരായിരിക്കും അതിന്റെ നേതൃസ്ഥാനത്ത് വരുന്ന അവരെ മുഴുവൻ നമ്മുടെ ഡിമാൻഡുകളുടെ ഭാഗമാക്കി മാറ്റുന്നതും കൂടിയാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം. കൺവെൻഷനിൽ സെറ്റോ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജയൻ ചാലിൽ മുഖ്യഭാഷണം നടത്തി. KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ്, കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി, AHSSTA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ, KGOU ജില്ലാ ട്രഷറർ രാജീവൻ പെരിയ, സെറ്റോ ജില്ലാ കൺവീനർ PT ബെന്നി, താലൂക്ക് കൺവീനർ ഗിരീഷ് ആനപ്പെട്ടി, KC സുജിത് കുമാർ, ജോയ് ഫ്രാൻസിസ്, M ശ്രീനിവാസൻ, VM രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കലോത്സവത്തിന് ശ്രീ വിഷ്ണു വിദ്യാലയം പരവനടുക്കത്ത് തിരിതെളിഞ്ഞു. 5 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. 17ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 600ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കലോത്സവം ശ്രീവിഷ്ണു വിദ്യാലയം പരവനടുക്കത്ത് ആരംഭിച്ചു. യമുന, ഗംഗ, ഗോദാവരി, സരസ്വതി, നർമ്മദ എന്നിങ്ങനെ 5 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. 17ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 600ഓളം കുട്ടികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നു. രാവിലെ 9:30 ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ K ശിവശങ്കരൻ നായർ വന്ദന സഭയോടുകൂടി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനും അതുപോലെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം അറിയുവാൻ വേണ്ടി പല വിദ്യാർത്ഥികളും ഇവിടെ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ വന്നതോടെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പാടെ മറിച്ചു കളഞ്ഞു, പാടെ അട്ടിമറിച്ചു കളഞ്ഞു. പക്ഷേ ഇന്നും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിൽ ചില കാര്യങ്ങൾ ഇന്നും തുടരുകയാണ്. അതിനൊരു മാറ്റം വരുത്തുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇപ്പോഴത്തെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മളുടെ ഓരോരുത്തർക്കുണ്ട്. തുടർന്ന് മത്സര പരിപാടികൾ ആരംഭിച്ചു. പിന്നീട് പരവനടുക്കം കേന്ദ്രീകരിച്ച് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് വേദി നമ്പർ 1 ഔപചാരികമായ ഉദ്ഘാടന സഭയും നടന്നു. വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ P ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും മാതൃസമിതിയും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി.
യോഗചാം, ഭഗവത്ഗീത പാരായണം, സംസ്കൃത ഗാനാലാപനം തുടങ്ങി വ്യത്യസ്തങ്ങളായ നിരവധി ഇനങ്ങളിൽ കലോത്സവത്തിൽ മത്സരങ്ങളുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി ചെർക്കളയിലായിരുന്നു സമ്മേളനം നടന്നത്. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തരമായി തുടങ്ങണമെന്നും തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള പെൻഷനേഴ്സ് സംഘ് KPS കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി ചെർക്കളയിൽ വെച്ച് നടന്ന സമ്മേളനം KPS സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ MK ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുന്നില്ല. അതേപോലെ തന്നെ പെൻഷൻകാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവരെ സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. 11ാം പെൻഷൻ പരിഷ്കരണത്തിന് ആനുകൂല്യങ്ങൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അടുത്ത ശമ്പള പരിഷ്കരണം കഴിഞ്ഞ ജൂലൈ മാസം മുതൽക്ക് നടപ്പാക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് യാതൊരു മിണ്ടാട്ടവും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല, യാതൊരു അനക്കവും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. KPS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ K അധ്യക്ഷത വഹിച്ചു. കജമ്പാടി സുബ്രഹ്മണ്യ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. NGO സംഘ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് K, രാജേന്ദ്ര കുംട്ടാർ, ഉപേന്ദ്ര KT, കൃഷ്ണൻ, ഈശ്വര റാവു എന്നിവർ സംസാരിച്ചു. നാഗരാജ B സ്വാഗതവും കുഞ്ഞിരാമൻ OK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഈശ്വർ ഭട്ട് കാഞ്ഞങ്ങാട്, മാധവ ഹേരള, കരുണാകരൻ മാസ്റ്റർ ഭോവിക്കാന എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പ്രവാസി കൺവെൻഷൻ നടന്നു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഭാരത് ദിവസത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വന്നും പോയി നിന്ന മഹാത്മാഗാന്ധി എന്നേക്കുമായി തന്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു. ഇനി ഒരു വിദേശ രാജ്യത്തേക്കും ഇല്ലെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണ് 1915 ജനുവരി മാസം. അതുകൊണ്ടാണ് ആ ദിവസം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസി ദിനമായി ആചരിക്കുന്നത്. നമുക്കറിയാം, മഹാത്മാഗാന്ധി മടങ്ങി വന്ന് അദ്ദേഹം പോയി കണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോഖലെയാണ് ഗാന്ധിജിയോട് പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം അങ്ങേറ്റെടുത്തത്. അഡ്വക്കേറ്റ് TK സുധാകരൻ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ഹക്കീം കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ മുഴുവൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക്, മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു. സെക്രട്ടറി N വിനോദ് കുമാർ സ്വാഗതവും നസീർ കൂളിയടക്കം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫുട്ബോൾ മലബാർ ടീമുകളിൽ പ്രമുഖമായ തൃക്കരിപ്പൂർ ആക്മി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക കളിക്കാർക്ക് പ്രാധാന്യം നൽകി കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 12-ന് തുടങ്ങും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രാദേശിക തലത്തിൽ കളിക്കാർ ടൂർണമെന്റുകളിൽ നിന്നും അകന്നുപോകുന്ന സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ കളിക്കാരെ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ആക്മി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിനുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഓരോ ക്ലബിലും അതത് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പരിധിയിലെ 3 കളിക്കാർ മുഴുവൻ സമയവും കളിക്കളത്തിലുണ്ടാകണമെന്ന നിബന്ധനയിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിലെ ജേതാക്കൾക്ക് 500,000 രൂപയാണ് പ്രൈസ് മണിയായി നൽകുന്നത്. ജനുവരി 12-ന് വൈകുന്നേരം 4:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബ്രദേഴ്സ് വൾവക്കാട് ടീം റെഡ് ഫോഴ്സ് കൊയോങ്കരയുമായി ഏറ്റുമുട്ടും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നിബന്ധനയൊക്കെ ഇതിലുണ്ട്. നിർബന്ധമായും ഫുൾ ടൈമായി പ്രാദേശിക താരങ്ങൾ ആ കളിയിലുണ്ടാവണം. നമ്മളെല്ലാവരും കാണുന്നത് പോലെ ഇന്ത്യക്ക് പുറത്തുള്ള, കേരളത്തിന് പുറത്തുള്ള താരങ്ങൾ ഇതിലുണ്ടാവാൻ പാടില്ല. സത്താർ വടക്കുംപാട് MP മുത്തലിബ്, C ഷൗക്കത്ത് അലി, C അബ്ദുൽ സത്താർ, T ബാബു, വളപട്ടണം റഷീദ്, EV ഗണേശൻ, AGC അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം നീണ്ടുവന്ന മുടി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുറിച്ചു നൽകിയ പിഞ്ചു ബാലികമാർ സമൂഹത്തിന് മുന്നിൽ മാതൃകയായി. തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശികളും ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 5ാം തരത്തിൽ പഠിക്കുന്ന ലിഡിയ മരിയ ഡിസോസിയും സഹോദരി ബാലവാടികയിലെ ജുബ്ലൈറ്റ് മരിയയുമാണ് ചെറുപ്രായത്തിലെ മുടി ദാനം ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ നടക്കാവിലെ ടി കെ അജിത് കുമാറിൻ്റെയും ചിഞ്ചു പി ടോമിയുടെയും മക്കളാണ് 10 വയസ്സുകാരി ലിഡിയ മേരി ഡിസൂസയും 6 വയസ്സുള്ള ജുബ്ലൈറ്റ് മരിയയും. കുട്ടിയുൾപ്പെടെ കുടുംബത്തിലെ 2 പേർ 1 വർഷം മുൻപ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുടി മുറിച്ചു നൽകിയത് ഓർത്തുവെച്ച ജുബ്ലൈറ്റ് മരിയ കഴിഞ്ഞ ദിവസം തൻ്റെ മുടി 35 സെൻറ്റിമീറ്ററിലധികം വളർന്നതായി മാതാപിതാക്കളോട് സ്കെയിൽ വെച്ച് അളന്നു കാണിച്ചാണ് മുടി ദാനം ചെയ്യണമെന്ന് പറഞ്ഞത്. ജുബ്ലൈറ്റിൻ്റെ ചേച്ചി ലിഡിയ കൂടി മുടി മുറിച്ചു നൽകുവാൻ പറഞ്ഞതോടെ രക്ഷിതാക്കൾ ബ്ലഡ് ഡൊണേഴ്സ് കേരള നേതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ ട്രഷറർ മനോജ് നീരടിൽ കുട്ടികളിൽ നിന്നും മുടി ഏറ്റുവാങ്ങി. കുഞ്ഞു മനസ്സുകളിൽ രൂപപ്പെടുന്ന ഇത്തരം നല്ല ചിന്തകളെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനമായി മാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചേച്ചി മനിയത്തിയും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന സംഘടനയുടെ മുഖാന്തരം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി മുടി ദാനം ചെയ്തിരിക്കുകയാണ്. ഈ പുണ്യപ്രവൃത്തി എല്ലാവരും മാതൃക ആക്കി പ്രവർത്തിക്കുക. ഇത് കൂടാതെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ വിഗ് മുടി നഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് വിഗ് നമ്മൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾക്ക് എല്ലാവരും മുന്നോട്ടിറങ്ങുക. ഇത് ഈ പ്രവർത്തനം നടത്തിയ കുട്ടികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കൾക്കും ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന സംഘടനയുടെ എല്ലാവിധ ആശംസകളും. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ലേലത്തിന് സമാനമായി കാസർഗോട്ടും താരലേലം. ആലൂർ കൾച്ചർ ക്ലബിന്റെ 8ാമത് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ താരലേലമാണ് IPL മാതൃകയിൽ സംഘടിപ്പിച്ചത്. 78ഓളം കളിക്കാർക്കായി സംഘടിപ്പിച്ച താരലേലം ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം നിറഞ്ഞ അനുഭവമായി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലത്തിൻ്റെ ഒരു മിനി പതിപ്പ് അതായിരുന്നു ആലൂർ കൾച്ചറൽ ക്ലബിൻ്റെ 8ാമത് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൻ്റെ താരലേലം. IPL മാതൃകയിൽ എല്ലാ സംവിധാനങ്ങളോടെയും സജ്ജീകരണങ്ങളോടെയുമായിരുന്നു ക്രിക്കറ്റ് പ്രേമികളെ ത്രസിപ്പിച്ച് ആലൂരിൽ താരലേലം നടന്നത്. ഫെബ്രുവരി 1-2 തീയതികളിലായാണ് ആലൂർ കൾച്ചറൽ ക്ലബിൻ്റെ 8ാമത് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നടക്കുന്നത്. 6 ടീമുകൾ മാറ്റുരയ്ക്കുന്ന പ്രീമിയർ ലീഗിൽ 78ഓളം കളിക്കാരാണ് രജിസ്ട്രേഷൻ ചെയ്തത്. ഇവർക്ക് വേണ്ടിയുള്ള താരലേലമാണ് ക്രിക്കറ്റ് പ്രേമികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്നത്. താരലേലത്തിന് MA അഷ്റഫ് നേതൃത്വം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് AT ഖാദർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടെന്നീസ് താരം ആഷിഖ് അലി ഉദ്ഘാടനം ചെയ്തു. ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ആലൂർ സംസാരിച്ചു. ആലൂരിൻ്റെ പൈതൃകത്തെക്കുറിച്ച് എബി കുട്ടിയാനം തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. പ്രീമിയർ ലീഗ് കമ്മിറ്റി കൺവീനർ ഇർഷാദ് ട്രോഫി റിവീലിംഗ് ചെയ്തു. പൊതുപ്രവർത്തകൻ BK ഹംസ ലക്കി ഡ്രോ വിതരണം ഉദ്ഘാടനം ചെയ്തു. കേരള അണ്ടർ-19 താരം ജസീലിനും ആയുർവേദ പഞ്ചകർമ്മയിൽ ഡിപ്ലോമ നേടിയ ഇബ്രാഹിം ഖലീലിനും പ്രത്യേക ഉപഹാരങ്ങൾ നൽകി. കാസർഗോഡ് ടെന്നീസ് ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഫാറൂഖ് കാർഗിൽ, ക്ലബ്ബ് ഭാരവാഹികളായ AT അബു, ലത്തീഫ് AM, മെഹറോഫ്, പ്രീമിയർ ലീഗ് കമ്മിറ്റി അംഗങ്ങളായ ഖാദർ ആലൂർ, മാഹിൻ കേളോട്ട്, ജലാൽ TK, ലത്തീഫ് TA, നൂറുദ്ദീൻ MK, സാദിഖ് സാലിഹ്, AT മുഹമ്മദ്, UAE പ്രതിനിധിയായി മൊയ്തീൻ TK, ആഷിഫ് ആലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. കമ്മിറ്റി ചെയർമാൻ ഷിഹാബ് മീത്തൽ സ്വാഗതവും അഫ്രീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ശ്രദ്ധേയമായി. കുട്ടികളുടെ ആത്മവിശ്വാസം, അറിവ്, കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുവാനായി അവർക്ക് മികച്ച മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിന് ചെയ്യേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച് നാട്ടുകാർക്കും മാതാപിതാക്കൾക്കുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്.
കുട്ടികളുടെ ആത്മവിശ്വാസം, അറിവ്, കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി അവർക്ക് മികച്ച മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിന് ചെയ്യേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച് നാട്ടുകാർക്കും മാതാപിതാക്കൾക്കുമായി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ശ്രദ്ധേയമായി. കേരള ഡയലോഗ് സെന്റർ സെക്രട്ടറി GK എടത്തനാട്ടുകര കുട്ടികളുടെ പഠന പുരോഗതി, അവർ നേരിടുന്ന തടസ്സങ്ങൾ, അവയെ എങ്ങനെ മറികടക്കാം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. മക്കളെ സംബന്ധിച്ച് വ്യത്യസ്ത സ്വപ്നങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും മുഖ്യമായ നമ്മളുടെ സ്വപ്നം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമില്ല. ഈ ലക്ഷ്യബോധം എപ്പോഴും വളരെ പ്രധാനമാണ്. KI അബ്ദുൽ ലത്തീഫ് വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസ് നയിച്ചു. ചടങ്ങിൽ അബ്ദുൽ റഹ്മാൻ GK എടത്തനാട്ടുകരയെ മെമൻറ്റോ നൽകി ആദരിച്ചു. മികച്ച സേവനത്തിനുള്ള അംഗീകാരമായി അബ്ദുൽ റഹ്മാൻ അരിമലയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ, അബൂബക്കർ വയനാട്, സൈദു ഉമർ എന്നിവർ സന്നിഹിതരായിരുന്നു. മുഹമ്മദ് ബിൻ നൌഫ് സ്വാഗതവും ജുനൈദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ റീകണക്റ്റിംഗ് യൂത്ത് ആന്റി നാർക്കോട്ടിക്സ് ക്യാമ്പയിൻ നടന്നു. ജില്ലാ ജഡ്ജ് സാനു S പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ നല്ല സാമൂഹിക സൃഷ്ടാക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ റീകണക്റ്റിംഗ് യൂത്ത് ആന്റി നാർക്കോട്ടിക്സ് ക്യാമ്പയിൻ നടന്നു. മയക്കുമരുന്നിനെതിരെയുള്ള പരാതിപ്പെട്ടി സ്ഥാപിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജ് സാനു S പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താണ് വിദ്യാഭ്യാസമെന്നും എന്തിനാണ് വിദ്യാഭ്യാസമെന്നും അദ്ദേഹം കുട്ടികളോട് വിശദീകരിച്ചു. കുട്ടികൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറണം, എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നന്മയുടെ വെളിച്ചം ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആര് വന്നാലും, എൻ്റെ മുകളിലുള്ള ആര് വന്നാലും, എനിക്ക് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്ന് എൻ്റെ ഓഫീസിൽ വരുന്നത് പോലെയുള്ള ഒരു സന്തോഷവും ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു റെസ്പെക്റ്റ് ഒരിക്കലും മറ്റൊരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഓഫീസേഴ്സിനോ കൊടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആരാണ്? ടീച്ചേഴ്സിന് മാത്രമേ നമ്മുടെ രാഷ്ട്രം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളെ പ്രാപ്തമാക്കാൻ കഴിയുള്ളൂ. PTA പ്രസിഡന്റ് ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു. DYSP P സുനിൽകുമാർ ബോധവൽക്കരണം നടത്തി. പലതരം അപകടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, കണ്ണ് വേണം ഇരുപുറം എപ്പോഴും എന്ന ജാഗ്രതാ നിർദ്ദേശം അദ്ദേഹം കുട്ടികൾക്ക് നൽകി. വിദ്യാനഗർ SI വിജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ നിസാം ഭോവിക്കാനം സ്വാഗതവും DLSA സെക്ഷൻ ഓഫീസർ കേശവൻ KP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അൽബിർ സ്കൂൾസിന്റെ 2024-25 വർഷത്തെ സോണൽ ഫെസ്റ്റ് മത്സരങ്ങൾ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കളനാട് ഹൈദ്രോസ് ജമാഅത്ത് അൽബിർ സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന അൽബിർ സ്കൂൾസിന്റെ 2024-25 വർഷത്തെ സോണൽ ഫെസ്റ്റ് മത്സരങ്ങൾ ശനി ഞായർ തീയതികളിൽ കളനാട് ഹൈദ്രോസ് ജമാഅത്ത് അൽബിർ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അൽബിർ സ്കൂളുകളിൽ പ്രൈമറി, പ്രീ പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കിഡീസ് 1, കിഡീസ് 2, ജൂനിയർ, സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളാക്കിയാണ് മത്സരങ്ങൾ അരങ്ങേറുക എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയിലെ 28 പ്രീ പ്രൈമറി സ്കൂളുകളുടെ മത്സരം 500-ലധികമുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്ന പ്രതിഭകൾ പങ്കെടുക്കുന്ന ഫെസ്റ്റാണ് ഈ വരുന്ന ജനുവരി 11 ശനിയാഴ്ച പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ മത്സരം നടക്കുകയാണ്. 28 സ്കൂളുകളാണ് അതിൽ പങ്കെടുക്കുക. അത് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ജനുവരി 12-ാം തീയതി പ്രൈമറി വിഭാഗത്തിൻ്റെ ഫെസ്റ്റ് കൂടി നടക്കുകയാണ്. പ്രൈമറി വിഭാഗത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ സ്ഥാപനങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെയും പ്രൈമറി വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാടുകളിലേക്ക് വരികയാണ്. 22 പ്രൈമറി സ്ഥാപനങ്ങളാണ്, സ്കൂളുകളാണ് നിലവിൽ നമുക്കുള്ളത്. അതിലെയും ഏകദേശം 500ഓളമുള്ള പ്രതിഭകൾ നമ്മുടെ കളനാട് ഹൈദ്രോസ് ജമാഅത്തിൻ്റെ കീഴിലുള്ള അൽബിർ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. അൽബിർ നാഷണൽ ഫെസ്റ്റ് ജനറൽ കൺവീനർ ജാബിർ ഹുദവി ചാനടക്കം, സ്വാഗത സംഘം ചെയർമാൻ കോഴിത്തിടിൽ അബ്ദുള്ള ഹാജി, ജനറൽ കൺവീനർ ഷെരീഫ് തോട്ടം, വർക്കിംഗ് ചെയർമാൻ KP അബ്ബാസ്,
കൺവീനർ അബ്ദുറഹ്മാൻ അയ്യങ്കോൽ, ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി അൽബിർ ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി എതിർത്തോടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 19 സംവത്സരങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 8 മുതൽ 11 വരെ തീയതികളിൽ പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ഖോയ്മമാർ, ആചാരസ്ഥാനികർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ പണിത ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്ര വികസന സമിതിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റി ബോർഡിന്റെയും നവീകരണ കമ്മിറ്റിയുടെയും സഹായത്തോടെയാണ് ശൗചാലയം നിർമ്മിച്ചത്. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ പണിത ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. മടിയൻകുലോം ക്ഷേത്ര വികസന സമിതിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റി ബോർഡിന്റെയും നവീകരണ കമ്മിറ്റിയുടെയും സഹായത്തോടെയാണ് ശൗചാലയം നിർമ്മിച്ചത്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഒരു വളരെ പരിമിതമായ ഒരു സൗകര്യമുണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ അത് വളരെ ചെറിയതാകുന്നൊരു ബോധ്യത്തിൽ വികസന സമിതി അതിന് മുന്നോട്ട് വരികയും ഒരു നല്ല രീതിയിൽ ഒരു ആധുനിക രീതിയിൽ തന്നെ ഒരു ശൗചാലയം ഇവിടെ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും പാട്ടോത്സവത്തിന് മുന്നോടിയായി അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ചെറിയ ഒരു സഹായം ട്രസ്റ്റി ബോർഡിനോടും നവീകരണ കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രസ്റ്റി ബോർഡിൻ്റെയും നവീകരണ കമ്മിറ്റിയുടെയും സഹായത്തോടെ ഇത് വളരെ നല്ല രീതിയിൽ ഇന്ന് പൂർത്തീകരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ. ഭാസ്കരൻ കുതിരുമൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ NV ബേബി രാജ്, V നാരായണൻ, അശോകൻ AV, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P ബാലകൃഷ്ണൻ വെള്ളിക്കോട്ട്, തോക്കാനം ഗോപാലൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ, മറ്റ് വികസന സമിതി ഭാരവാഹികൾ, നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. M നാരായണൻ സ്വാഗതവും TV തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഉപ്പളയിൽ ഹാഷിഷോയിലുമായി യുവാവ് അറസ്റ്റിൽ. കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശി അഫ്സലാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർകോട്ടേക്ക് കാറിൽ കടത്തുകയായിരുന്ന 73 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി. യുവാവ് അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർകോട്ട് തുടക്കം. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കലോത്സവത്തിന് ശ്രീവിഷ്ണു വിദ്യാലയം പരവനടുക്കത്ത് തിരിതെളിഞ്ഞു. 600ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും. കേരള പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് സമ്മേളനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.